നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറേ നാളുകളായി 2012 മുതൽ കേട്ടുകൊണ്ടിരുന്നൊരു കേസാണ് നാഷണൽ ഹെറാൾഡ്. ഈ നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ട് ഇഡി സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയും ഒക്കെ ചോദ്യം ചെയ്തിരുന്നു. ഇപ്പോൾ സോണിയാഗാന്ധിയെ 1-ാം പ്രതിയാക്കി, രാഹുൽ ഗാന്ധിയെ 2-ാം പ്രതിയാക്കി ഇഡി കേസെടുത്തിരിക്കുന്നു. ഏതായാലും ഇത്തരത്തിൽ രാഷ്ട്രീയ പ്രതിരോധം തീർക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം എന്ന് നമുക്കെവർക്കും അറിയാം. ഈ വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട നീക്കം നടത്തിയത് സുബ്രഹ്മണ്യൻ സ്വാമിയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പയനീറിൽ വന്ന ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ സുബ്രഹ്മണ്യൻ സ്വാമി കോടതിയിലേക്ക് പോവുകയായിരുന്നു. അന്നു മുതൽ സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യാൻ തന്നെ കുറേ വർഷങ്ങൾ എടുത്തു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. സോണിയാഗാന്ധിയെ രാഹുൽ ഗാന്ധിയും ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ തന്നെ ഇന്ത്യയിലുടനീളം വലിയ പ്രതിരോധം സൃഷ്ടിക്കാനും ഡൽഹിയുടെ ഇഡി ആസ്ഥാനത്തേക്കൊക്കെ എത്താനുമൊക്കെ കോൺഗ്രസ്സുകാർ വലിയ രീതിയിലുള്ള ശ്രമമാണ് നടത്തിയത്. ഏതായാലും ആ ഒരു കുടുംബം, നെഹ്റു കുടുംബം, കഴിഞ്ഞ കുറേ നാളുകളായി കാണിച്ചുകൊണ്ടിരിക്കുന്ന തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ ഓരോന്നായി പുറത്തു വരികയാണ്. ഇപ്പോൾ റോബർട്ട് വാദ്രയെയും അതുപോലെ തന്നെ ഇഡി ചോദ്യം ചെയ്യാനായി വിളിച്ചിരിക്കുന്നു. ഏതായാലും ഇതൊക്കെ രാഷ്ട്രീയ പ്രേരിതമാണ്, ഇഡിയെ ദുരുപയോഗം ചെയ്യാനാണെന്നൊക്കെ പറയുന്നതിൽ എത്രത്തോളം കാര്യമുണ്ട് എന്ന് ഒന്ന് ആലോചിച്ച് നോക്കേണ്ടതാണ്. സുബ്രഹ്മണ്യൻ സ്വാമി ഇത് കോടതിയിൽ പോകുമ്പോഴും പയനീറിൽ വന്ന ഒരു ന്യൂസ് റിപ്പോർട്ടാണ് ഇതിൻ്റെ അടിസ്ഥാനം എന്ന് നമുക്കറിയാം. ആ പയനീറിൽ ഒരു വാർത്ത വരുന്നു. നാഷണൽ ഹെറാൾഡുമായി ബന്ധപ്പെട്ട് പത്രം പുനഃപ്രസിദ്ധീകരിക്കാൻ പോകുന്നു എന്നൊരു വാർത്ത വരുന്നു. അപ്പോൾ ആ വാർത്തയുമായി ബന്ധപ്പെട്ട് ആ വാർത്ത ചെയ്ത റിപ്പോർട്ടറെ രാഹുൽ ഗാന്ധി ബന്ധപ്പെട്ടുകൊണ്ട് ആ റിപ്പോർട്ടർക്ക് മെസ്സേജ് അയക്കുകയായിരുന്നു, അങ്ങനെ ഒരു കാര്യമില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലൊരു അഴിമതി നടത്തിയിട്ടുണ്ട് എന്ന് പ്രഥമ ദൃഷ്ട്യാ തന്നെ തെളിയിക്കാൻ, അല്ലെങ്കിൽ പ്രഥമ ദൃഷ്ട്യാ മനസ്സിലാക്കാൻ സുബ്രഹ്മണ്യ സ്വാമിക്ക് കഴിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസുമായി സുബ്രഹ്മണ്യ സ്വാമി മുമ്പോട്ട് പോയത്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം കഴിഞ്ഞ കുറേ നാളുകളായി ഇതുമായി ബന്ധപ്പെട്ട നിരീക്ഷണം നടത്തിക്കൊണ്ട് യങ് ഇന്ത്യൻ എന്ന് പറയുന്ന കമ്പനി, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള നീക്കം നടന്ന നാഷണൽ ഹെറാൾഡിനെ ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, പത്രം തുടങ്ങുന്നില്ല എന്ന വാക്കുകൾ, ഇതെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ടാണ്. അതിൽ വളരെ കൃത്യമായി തന്നെ അതിൽ ഒരേ ഒരു സാക്ഷിയുള്ളത് മാധ്യമപ്രവർത്തകനായ ജെ ഗോപികൃഷ്ണനാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഈ വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട നീക്കം നടത്താനും ഇതിൽ അഴിമതി നടത്തിയിട്ടുണ്ട് എന്ന് സ്ഥാപിക്കാനും സ്വയം പോയി ചോദിച്ചു വാങ്ങിയ കുഴിയാണ് രാഹുൽ ഗാന്ധി. കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തങ്ങൾ പത്രം പുനഃപ്രസിദ്ധീകരിക്കുന്നില്ല എന്ന് പറഞ്ഞതോടുകൂടി തന്നെ പത്രം തുടങ്ങാനുള്ള ഒരു കമ്പനിക്ക് മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ സിമെന്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരു കമ്പനി ഉണ്ടാക്കിയാൽ അത് സിമെന്റ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. അതുപോലെ പത്രനിർമ്മാണത്തിനായി മാത്രം ഉണ്ടാക്കിയ കമ്പനി ആ കമ്പനി ഏറ്റെടുത്ത് മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവർ പ്രതിരോധത്തിലായത്. ഏതായാലും നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ അന്ത്യത്തിലേക്ക് അടുക്കുന്നു, അല്ലെങ്കിൽ കോൺഗ്രസ് ഇപ്പോൾ തന്നെ നിലവിൽ നാമാവശേഷമാണ്. നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഒപ്പം മറ്റൊരു കേസിൽ റോബർട്ട് വാദ്രയും കൂടി അകത്താകുന്നതോടെ കോൺഗ്രസിന്റെ അസ്ഥിവാരം ഉണ്ടാകാൻ പോകുന്നു. അസ്ഥിവാരം ഇല്ലാതായി പോകാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ഇല്ലാതാകാനുള്ള ശ്രമമുണ്ട്. കോൺഗ്രസ് ഇല്ലാതായി പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെയും UPA സർക്കാർ വീഴുകയും BJP സർക്കാർ ഉണ്ടാവുകയും ചെയ്തതും ചില അഴിമതികളുടെ തന്നെ കാരണം കൊണ്ടാണ്. ഇതേ തരത്തിലുള്ള ചില അഴിമതികൾ തന്നെയാണെന്ന് 2G സ്പെക്ട്രം സ്കാമുമായി ബന്ധപ്പെട്ടുണ്ടായ അഴിമതിയാണ്. അതുപോലെ ദില്ലി സർക്കാർ വീഴാൻ കാരണമായതും അഴിമതി തന്നെയാണ്. അപ്പോൾ ഈ അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയിരിക്കുന്ന കോൺഗ്രസ് ഒരു വിധത്തിലും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് പിന്നീട് വ്യക്തമാകുന്നു. ഇപ്പോൾ ഭരണമില്ലെങ്കിലും, സർക്കാർ വീഴാനോ മറ്റ് ഭരണങ്ങളൊന്നുമില്ലെങ്കിലും കോൺഗ്രസിന്റെ തന്നെ അസ്ഥിവാരം തോണ്ടുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ അടിത്തറ ഇളകിപ്പോകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ. കാരണം കോൺഗ്രസിന് ഈ നെഹ്റു കുടുംബമില്ലെങ്കിൽ അവരെ ഒറ്റയ്ക്ക് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ ഒരു പാർട്ടിയായി പോലും നിലനിൽക്കാൻ കഴിയില്ല എന്ന് നമുക്ക് ഇവർക്ക് പറയാം. നെഹ്റു കുടുംബത്തിന്റെ ലെഗസി വെച്ചുകൊണ്ട് മാത്രമാണ് അവിടെ നേതാക്കന്മാരുണ്ടാകുന്നതും അല്ലെങ്കിൽ അവിടെ പാർട്ടി നിലനിൽക്കുന്നതും. ഛിന്നഭിന്നമായി പോകുന്ന അല്ലെങ്കിൽ ഛിന്നഭിന്നമായി പോകാവുന്ന ഒരവസ്ഥയിൽ നിന്ന് അധികാരമോഹികളെല്ലാം കൂടി ടേക്കപ്പ് ചെയ്യാവുന്ന ഒരു വിഷയമുണ്ടായ സമയത്താണ് സോണിയാഗാന്ധി പ്രസിഡന്റായി വരുന്നതും സോണിയാഗാന്ധി കുറച്ചു കാലം ഇവരെയൊക്കെ ഒരുമിച്ച് കൊണ്ടുപോയതും. ഏതായാലും വീണ്ടും ആ സോണിയാഗാന്ധിക്കും അടി പതറിപ്പോയി, അല്ലെങ്കിൽ സോണിയാഗാന്ധിക്കും ഇനി അധികകാലം മുമ്പോട്ട് പോകാൻ കഴിയില്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ടും തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ട് ഏത് ED ഓഫീസിലേക്ക് പോയി സത്യാഗ്രഹം ഇരുന്നാലും അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ ശ്രമിച്ചാലും അതിൽ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമായും കൃത്യമായും മനസ്സിലാകുന്ന സ്ഥിതിക്ക് ഇനി രാഷ്ട്രീയ പ്രതിരോധം തീർത്തുകൊണ്ട് രക്ഷപ്പെടാമെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇരവാദം മുഴക്കിക്കൊണ്ട് രക്ഷപ്പെടാമെന്നോ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് രക്ഷപ്പെടാമെന്നോ ഒരു തരത്തിലും കോൺഗ്രസ് വിചാരിക്കേണ്ടതില്ല. അത്തരത്തിലുള്ള ശ്രമങ്ങൾ പാഴായി പോവുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.